പിന്നെ മറ്റുള്ളവരും ഇപ്പൊ സ്ത്രീകളും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സീരിയൽ അതിന്റെ വന്നിരിക്കുന്നത് കൊണ്ട് സ്ത്രീകളും ടിക്കറ്റ് എടുക്കാറുണ്ട്. കാരണം ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇതിനകത്ത് 1000, 2000, 5000 കിട്ടിയാൽ, പുരുഷനിൽ കിട്ടിയാൽ അത് മദ്യഷാപ്പിൽ പോകും, സ്ത്രീകളുടെ കിട്ടിയാൽ അത് വീട് കാര്യത്തിന് പോകും. അതുകൊണ്ട് സ്ത്രീകളും അത് ചില സമയങ്ങളിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഉള്ള കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇയാളെ പേരെന്ത്? എൻ്റെ പേരൊന്നും അതിനകത്തില്ല. ഇയാളെ പേരെന്തുവാ? ഇതിനകത്ത് വിളിക്കാനാ ലോട്ടറിക്കാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ലോകം അറിയട്ടെ. എൻ്റെ പേര് സുരേഷ് ബാബു ആണ്. ലോട്ടറി കച്ചവടം ചെയ്തിട്ടൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം അടിയില്ല. ഇതിനു മുമ്പ് ലോട്ടറി അടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി മൗനം പാലിക്കുന്നു. പക്ഷേ എങ്കിലും ചില ജില്ലകളിൽ അടിയുണ്ട്. ലോട്ടറിയുടെ നമ്പർ വ്യത്യാസം വരുന്നു, അതിന് അടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആലപ്പുഴയ്ക്ക് 12 കോടി അടിച്ചു. പിന്നെ അല്ലാതെ സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, അതുപോലെ തന്നെ കാരുണ്യയുടെ ഫസ്റ്റ് പ്രൈസും ഒക്കെ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി അമ്പലപ്പുഴ ഇത്രയും ടിക്കറ്റ് പർച്ചേസിങ് നടക്കുന്ന അവിടെ ഒരു പ്രൈസ് കൊടുത്താൽ വളരെ ഉപകാരമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്പലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പർച്ചേസിങ്. എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട്? എനിക്ക് 5000-ൻ്റെ 60,000 വെച്ച് ഒരു 10-12 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. 1000-ൻ്റെയും 500-ൻ്റെയും ഒക്കെ ഒത്തിരി പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഒരു മൗനം പാലിക്കാറുണ്ട്. അതിൽ ആൾക്കാർ ഓരോന്നൊക്കെ പള്ളു പറയാറുണ്ട്. അതൊക്കെ ഞങ്ങൾ സഹിക്കുകയും ചെയ്യുന്നു. എനിക്ക് വയ്യാത്തതാണ് 2 കുട്ടികൾ. എനിക്ക് വയ്യാത്ത 2 കുട്ടികളുണ്ട്. അവരെ വളർത്താൻ വേണ്ടിയാണ് ഞാനിത് കൊണ്ട് കിടക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിൽ നടന്നതാണ്. ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. അതിൻ്റെ പേരിൽ ഞാനിത് കൊണ്ട് കിടക്കുകയാണ്. ആൾക്കാരൊക്കെ ഓരോന്നൊക്കെ പള്ളൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഞങ്ങളുടെ സൈഡിൽ കൂടെ കളഞ്ഞേക്കും. ഒരു വീട് കഴിയാനുള്ള നടക്കുന്നുണ്ട്. ഒരു വീട് കഴിയാൻ വളരെ സൂക്ഷിച്ചും പിന്നെ ഹാൻഡ്സും മദ്യപാനം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ വളരെ സൂക്ഷിച്ച് അരി മേടിക്കാം. അല്ല സമ്പാദ്യത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നുമില്ല നമുക്ക്. അതൊക്കെ ചെയ്ത് തീർക്കാം. അരി മേടിക്കാനായിട്ട് തീർത്തും നമുക്ക് പറ്റത്തില്ല. എങ്കിൽ തന്നെയും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് മാത്രം. സർക്കാരിനോട് എന്തുവാ പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത് കുറച്ച് പ്രൈസ് ഒക്കെ കൂട്ടുക എന്നുള്ളതും പറയാനുണ്ട്. ഈ ലോട്ടറി ടിക്കറ്റ് ഒന്നേൽ ഈ 6 രൂപ എന്നുള്ളത് വർഷങ്ങളോളമായി എന്ത് ചെയ്തിട്ടും അതേ 1 രൂപയെങ്കിലും ഒരു ടിക്കറ്റ് കൂട്ടിയാൽ 10 ടിക്കറ്റ് വിട്ടാൽ 70 രൂപ ഞങ്ങൾക്ക് കിട്ടും. അത് ആ ധർമ്മവേ ഞങ്ങൾക്ക് ആ സർക്കാരിനോട് പറയാനുള്ളൂ. പക്ഷേ അത് അവർ പാലിക്കണമെന്നുള്ള കാര്യം വളരെയേറെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കാരണം ഇത് പ്രായം ചെന്നവർക്കും മറ്റുള്ള അസുഖം പിടിച്ചവർക്കും അല്ലാതെ ആരോഗ്യമുള്ളവരും അവരും ചെയ്യട്ടെ. മോഷണത്തിന് പോകുമല്ലോ, ഇതൊരു ജോലിയായിട്ട് അവർ കാണുകയല്ലേ. പക്ഷേ അവർക്കും ഒരു 1 രൂപ കൂടെ അതിനകത്ത് കൂട്ടിയാൽ അവർക്ക് 60 രൂപ കിട്ടും എന്നുള്ള ഒരു പ്രൈസ് ഇല്ലെങ്കിൽ പോലും, ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് വീഴുന്നെങ്കിൽ പോലും അതിനെ കൊണ്ടെങ്കിലും അവർക്കൊരു ഫലം അതിൽ കാണാൻ പറ്റും. മനസ്സിന് സമാധാനം കിട്ടും. അതുകൊണ്ട് താഴ്മയായി ഞങ്ങൾ പറയുന്നു, അതിൽ 1 രൂപയെങ്കിലും അതിൻ്റെ ടിക്കറ്റ് വില കൂട്ടി ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ അതിൽ വിൽക്കാൻ നേരത്ത് കമ്മീഷൻ 1 രൂപ ഞങ്ങൾക്ക് കൂട്ടിത്താ എന്നുള്ളത്. ഈ 6 രൂപ 30 പൈസ കണ്ടത് വർഷമായി. ഐസൊക്കെ കണ്ടിരുന്ന കാലത്തെങ്ങാണ്ട കൂട്ടിയതായത്. അത് ഇതുവരെയും അത് കൂട്ടാൻ സാധിച്ചിട്ടില്ല ഒരു സർക്കാരിനും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ 1 രൂപ ഞങ്ങൾക്ക് കമ്മീഷൻ കൂട്ടിത്തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രൈസ് കുറവായതുകൊണ്ട് ആൾക്കാരൊക്കെ എടുക്കാൻ മടിക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും മടിക്കുന്നു. ഒന്നിനൊന്നിന് ഇരട്ടി ആൾക്കാർ എടുക്കുന്നതല്ലാതെ അതിന് താഴ്മയായിട്ട് വരുന്നില്ല. ടിക്കറ്റ് എടുക്കുന്നവർ മാത്രമേ ടിക്കറ്റ് അത് എടുക്കത്തുള്ളൂ, അല്ലാത്തവരെടുക്കത്തില്ല. ടിക്കറ്റ് എടുക്കുന്നവർ അവർ എത്ര പ്രൈസ് ഉണ്ടെങ്കിലും ഇല്ലേലും അവർ ടിക്കറ്റ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അതിഥി തൊഴിലാളികളാണോ അതോ കേരളക്കാരാണോ? 2 പേരും എടുക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾ ഇരട്ടി കേരളക്കാരും എടുക്കുന്നുണ്ട്. അതിലുപരി പിന്നെ മറ്റുള്ളവരും ഇപ്പൊ സ്ത്രീകളും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സീരിയൽ അതിന്റെ വന്നിരിക്കുന്നത് കൊണ്ട് സ്ത്രീകളും ടിക്കറ്റ് എടുക്കാറുണ്ട്. കാരണം ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇതിനകത്ത് 1000, 2000, 5000 കിട്ടിയാൽ, പുരുഷനിൽ കിട്ടിയാൽ അത് മദ്യഷാപ്പിൽ പോകും, സ്ത്രീകളുടെ കിട്ടിയാൽ അത് വീട് കാര്യത്തിന് പോകും. അതുകൊണ്ട് സ്ത്രീകളും അത് ചില സമയങ്ങളിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഉള്ള കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പേരെന്തായിരുന്നു പറഞ്ഞേ? എൻ്റെ പേര് ശ്രീ സുരേഷ് ബാബു ആർ എന്നാണ് എൻ്റെ പേര്. Thank you so much. Thank you.